അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ നമ്മൾ മജ്ലിസുകളിലൊക്കെ, പ്രത്യേകിച്ച് നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ ഉൾപ്പെടെ എപ്പോഴും പതിവായി ചെല്ലുന്ന ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറയുന്ന സ്വലാത്ത്. ഈ ഒരു സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയോ? നമ്മൾ പൊതുവിൽ എല്ലായ്പ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. കോമൺ ആയിട്ട് എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. പൊതുവിലെ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഒരു സ്വലാത്തിന്റെ ആ സ്പെഷ്യലായിട്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാല് മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നോ, അവൻ നിന്ന് ചൊല്ലുകയാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അവൻ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ സ്വലാത്ത് പൊതുവിൽ ചൊല്ലിയാൽ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്, അതിന് വലിയ മഹത്വങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. ഏതു വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് പറഞ്ഞാല് അത് നമ്മുടെ കടങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ഏത് പ്രശ്നങ്ങൾക്കും സ്വലാത്ത് ചൊല്ലിയാൽ പരിഹരിക്കപ്പെടുന്നതാണ്. ഇപ്പൊ ഈ അടുത്ത് എന്നോട് ഉംറയ്ക്ക് ഒരു നിലക്കും പോകാൻ സാധ്യതയില്ല അവര്. അപ്പൊ അവര് ദിനേന സ്വലാത്ത് ചൊല്ലും. അതേപോലെ തന്നെ നമ്മുടെ 12,000 ബിസ്മി അവര് ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തു. അങ്ങനെ അൽഹംദുലില്ലാ അവര് ഈ അടുത്ത ഡേറ്റ്, എനിക്ക് ഡേറ്റ് ഓർമ്മ കിട്ടുന്നില്ല, അവരൊരു ഡേറ്റ് പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അവർ ഉംറയ്ക്ക് പോവാണ്. എങ്ങനെയാണ് അവർക്ക് ആ സാമ്പത്തിക ശേഷി എത്തിയെന്ന് അവർ പോലും അറിയാത്ത രൂപത്തിൽ അവരിലേക്ക് എത്തി ഉംറ ചെയ്യാനുള്ളത്. അപ്പൊ സ്വലാത്തതിന് വലിയ വിഷയമാണ്. നമ്മൾ പറഞ്ഞ ബിസ്മിയുടെ അമൽ ചെയ്തിട്ടാണ് അവരാ പോയത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമുക്കും അതേപോലെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അല്ലാത്ത ദിവസങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഈ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് 10 തവണ ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഇരുന്നോണ്ടിരിക്കുക, ഞാനിപ്പോ ഇരുന്നോണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പൊ ഇരിക്കുന്നവരാണെങ്കിൽ നിൽക്കുന്നതിന്റെ മുമ്പ്, നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പൊക്കെ ദോഷങ്ങൾ പുറത്തിട്ടെന്ന് പറഞ്ഞാല് വലിയ ശ്രേഷ്ഠത തന്നെയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു 10 സ്വലാത്ത് ഇത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الله സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സ്വലാത്ത് ചൊല്ലിയ കാരണം നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഈയോടുകൂടെ ഞങ്ങൾ ഒരാളെയും നീ മൗത്താക്കല്ല അള്ളാഹ്. മരണം ഖൈറാകുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തല്ലേ നമുക്ക് ഈമാൻ സലാമത്താകണം. എന്നാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷയാണ്, ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഖബറിൽ നമുക്ക് രക്ഷയാണ്. ഖബറിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സിറാത്തുൽ മുസ്തഖീം, പിന്നെ വരുന്ന ഒന്നും നമുക്ക് പ്രയാസാകൂല. എല്ലാം നമ്മൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ആഖിബത്ത് നന്നായി ഈ ലോകത്ത് നിന്ന് വിട പറയണം, അല്ലേ? ആഖിബത്ത് നന്നായിട്ട്, അപ്പൊ നമുക്ക് വലിയ വിജയം ലഭിക്കും. ആഖിബത്ത് നന്നായിട്ട് ഈ ലോകത്ത് വിട പറയാൻ പറ്റിയാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം ഉച്ചരിക്കാൻ സാധിക്കണം. അപ്പോ അത് ജീവിതകാലത്ത് നല്ലോണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, എന്നാലേ നാക്കതിന് വഴങ്ങിത്തരുള്ളൂ. എത്രയോ മഹാന്മാര് വരെ വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ നാക്ക് വഴങ്ങിക്കൊടുക്കാത്ത ചെറിയ ചെറിയ കാരണങ്ങൾക്ക്, അത് പിന്നെ വലിയ വലിയ മഹാന്മാരൊക്കെ വന്ന് ഇടപെട്ടിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അവരിവിടെ പറയും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവര്, അങ്ങനെ തുടങ്ങി നാക്കുകൊണ്ട് അസഭ്യം പറഞ്ഞവര്, ഇവർക്കൊന്നും അതിനെ ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടൂല. അതുകൊണ്ട് തന്നെ ജീവിതം സംശുദ്ധമാക്കുക. കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളൂ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് 70-നും 60-നും ഇടയിലാണ്. അപ്പൊ നമുക്കിനി കുറഞ്ഞ കാലമല്ലേ ജീവിക്കാനുള്ള അവസരമുള്ളൂ. ഓരോരുത്തർ അവരവരുടെ വയസ്സൊന്ന് നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് നല്ല ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ.
ശിഷ്ടകാലം റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിതിങ്ങനെ ഒന്നും കേൾക്കല്ലേ, ഒരു കരിങ്കല്ലിലേക്ക് മുകളിൽ നിന്ന് വെള്ളത്തുള്ളി ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വീണാൽ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കരിങ്കല്ലിന് പോലും ഒരു മൃദുലത വരും എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾ ഈ പുഴയിലൂടെ ഈ തടാകത്തിലുള്ള കല്ലുകളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ ആ കല്ലുകളൊക്കെ വളരെ മിനുസമായിട്ടുള്ളത് കാണാം. അത്രയും സോഫ്റ്റായിട്ട് അത്ര മിനുസമായിട്ട് കാണാൻ പറ്റും. എന്തേ, ഈ വെള്ളം ഇങ്ങനെ നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് എല്ലാ ദിവസവും ഇതന്നെയല്ലേ പറയുന്നത്, നിങ്ങളുടെ ചെവികൾ എല്ലാ ദിവസവും ഇതന്നെയല്ലേ കേൾക്കുന്നത്. ഇതെങ്ങനെ കേട്ട് 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 മനസ്സങ്ങ് ശുദ്ധീകരിച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു, കേട്ട നിങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അമലുകൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കട്ടെ. ഇഖ്ലാസ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എനിക്ക് പറയുമ്പോൾ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല, അല്ലേ, വേറെ ഒന്നും വരാൻ പാടില്ല. എനിക്ക് റിയാ ഉണ്ടാവാൻ പാടില്ല, എനിക്ക് ലോകമാന്യം ഉണ്ടാവാൻ പാടില്ല, മറ്റുള്ളവന്റെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ള ചിന്ത വരാൻ പാടില്ല. നിങ്ങൾക്ക് അമലുകൾ ചെയ്യുമ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ ഇതൊന്നും ആ ചിന്ത വരാൻ പാടില്ല. അതൊക്കെ വന്നാ പോയി, കാര്യങ്ങൾ പോയി, നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ സാധിക്കൂല. അതൊക്കെ നീ ആരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത്, അതൊക്കെ അവര് കൊണ്ടുപോയി എന്ന് പറയും ലാസ്റ്റ്. അപ്പോൾ നമ്മളെല്ലാം റബ്ബിന് വേണ്ടി ചെയ്യാം, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നമ്മുടെ മജ്‌ലിസ് ഉണ്ട്. നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരോടും നമ്മളും ദുആ വസിയത്ത് ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യട്ടോ എന്ന് പറയണം. അങ്ങനെ പറയുന്നൊരു ശീലം ഉണ്ടാവണം. ദുആ വസിയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവർ ദുആ ചെയ്യുമ്പോൾ ആ വസിയത്തനുസരിച്ച് ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്തിന്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. ഞാനും നിങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആളുകൾ എന്നോട് ദുആക്ക് വസിയത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്ത് ദുആ കൊണ്ട് തട്ടിമാറ്റപ്പെടാത്തൊരു വിഷയവുമില്ല. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.